തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. ഇടിയും മിന്നലും മഴയും, അല്ലെങ്കിൽ ഇടിയും മിന്നലും മഴയും പോലെ ശക്തരായ 3 സ്ത്രീകൾ. ഇവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. ഇവ 3 പ്രകൃതി ശക്തികളാണ്. അതേപോലെ ശക്തരായ 3 സ്ത്രീകൾ, സമൂഹത്തിലെ വെല്ലുവിളികളെ നേരിട്ട് തിളങ്ങിയവർ. വനിതാ ഫുട്ബോൾ കോച്ചായ CV സീനയാണ് ഇടിമുഴക്കം പോലെ ശക്തിയുള്ളവൾ. സ്ത്രീ ഫുട്ബോൾ കോച്ചാകുമോ എന്ന സമൂഹത്തിൻ്റെ ബാലിശമായ സംശയത്തെ അവർ തൻ്റെ കഴിവുകൊണ്ട് തെളിയിക്കുന്നു. വേണമെങ്കിൽ താൻ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും കോച്ചിങ് കൊടുക്കാമെന്നുള്ള ധൈര്യം അവർക്കുണ്ട്. സമൂഹത്തിൻ്റെ മുൻവിധികളെയാണ് അവരുടെ പ്രവൃത്തി പൊട്ടിച്ചെറിയുന്നത്. 30 വർഷങ്ങളായി ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന സെലീന മൈക്കിൾ. അവർ ലൈറ്റ്നിങ് പോലെയാണ്, മിന്നൽ പോലെയാണ്. കേരളത്തിലെ ആദ്യ വനിതാ ശ്മശാന തൊഴിലാളി. പലരും ചോദിക്കും, ശ്മശാനത്തിൽ കിടക്കാൻ പേടിയില്ലേ? ശവങ്ങൾ കത്തിക്കാൻ ഭയമില്ലേ? പക്ഷേ അതിനും ആളുകൾ വേണ്ടേ? മരിച്ചവർക്ക് അന്ത്യകർമ്മം ചെയ്യാൻ ഒരാൾ വേണ്ടേ? മരണവീടുകളിലെ ഇരുട്ടിൽ അവർ വെളിച്ചമാകുന്നു. മരണമെന്ന ഇരുട്ടിനെ ധൈര്യത്തോടുകൂടി തൻ്റെ മിന്നൽ വെളിച്ചം കൊണ്ട് അവർ നേരിടുന്നു. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന സ്ത്രീയാണ് അമ്മിണിയമ്മ. അവരെ മഴയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആരവമൊന്നുമില്ലാതെ അവർ കുടുംബത്തെ നട്ടു നനച്ച് വളർത്തുന്നു. പുരുഷൻ അധ്വാനിക്കുമ്പോൾ അതിന് കണക്ക് പറയും. സ്ത്രീയുടെ അധ്വാനത്തിന് വിലയില്ല. താൻ ഒരു ദിവസം കൊണ്ട് 4000 രൂപ കടലിൽ പോയി ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ അതിനെ പുച്ഛത്തോടെ കാണുന്ന ഭർത്താവ്. അവരുടെ മനസ്സിൽ അതൊക്കെ ചോദ്യങ്ങളായിട്ട് മാറുകയാണ്. താനും ഒരു പുരുഷനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന്. മഴ പെയ്താലേ ഭൂമി തണുക്കൂ, അമ്മിണിയമ്മ വിയർത്താലേ വീട്ടിൽ അടുപ്പെരിയൂ. സമൂഹം കൽപ്പിച്ച വിലക്കുകളെയും കളിയാക്കലുകളെയും സ്വന്തം കഴിവുകൊണ്ട് മാറ്റിയെടുക്കാം എന്ന് തെളിയിച്ച 3 സ്ത്രീകളാണ് ഇവർ. ആത്മവിശ്വാസം കൊണ്ട് സമൂഹത്തിൻ്റെ അബദ്ധവിശ്വാസങ്ങളെ മാറ്റിയെടുക്കാം എന്നവർ പറയുന്നു. തങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അവർ അന്തസ്സ് കാണുന്നുണ്ട്. ഒരു ജോലിയും മോശമല്ല എന്ന ചിന്ത. ഫുട്ബോൾ കോച്ചായാലും ശവദാഹം നടത്തിയാലും മീൻ പിടിച്ചാലും ഒരു ജോലിയും അന്തസ്സ് കുറഞ്ഞതല്ല. ആ അധ്വാനത്തിന് മഹത്വമുണ്ട്. സമൂഹം പലപ്പോഴും സ്ത്രീകളെ കാണുന്നത് ഒരു കാർണിവൽ വസ്തുവായിട്ടാണ്, ഒരു കളിപ്പാവ് പോലെയാണ്, ചരട് വലിക്കുമ്പോൾ ആടുന്നവർ. പക്ഷേ ഈ ഡോക്യുമെൻ്ററി കാണിക്കുന്നത് യഥാർത്ഥ ജീവിതമാണ്. കാർണിവലിൻ്റെ ആരവങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥ മനുഷ്യരുടെ ജീവിതം കൂടി കാണിച്ചു തരുന്നു. വിയർപ്പും കണ്ണീരും വെല്ലുവിളികളും ഇതെല്ലാമാണ് ഈ ഡോക്യുമെൻ്ററിയിൽ കാണിച്ചു തരുന്നത്. സീനയുടെ ജീവിതം സമൂഹത്തിനൊരു മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന മാറ്റത്തിൻ്റെ ശബ്ദമാണ്. ഒരു അപകട സൂചനയാണ്. ഇടിമുഴക്കം പോലെ സെലീനയുടെ ജീവിതം മരണത്തിൻ്റെ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഗ്നിയിൽ എല്ലാം ശുദ്ധീകരിക്കാം. അവൾ തെളിക്കുന്ന പ്രകാശത്തിൽ, മിന്നലിൽ വേണമെങ്കിൽ എല്ലാം ചുട്ടു ചാമ്പലാക്കാം. അമ്മിണിയമ്മയുടെ കണ്ണീരും വിയർപ്പുമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. മഴയുടെ ശുദ്ധീകരണം, സമൃദ്ധി, സഹനം. ഇടിയും മിന്നലും മഴയും പേടിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ്. പക്ഷേ അവയില്ലെങ്കിൽ ഈ പ്രകൃതി, ഈ ഭൂമി നശിക്കും. അതേപോലെയാണ് ഈ സ്ത്രീകളും. ഇവർ വേണം സമൂഹത്തിന്. ഇവരെ പോലെയുള്ള അനേക ലക്ഷം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. കഥാചിത്രങ്ങൾ, ഫീച്ചർ സിനിമകൾ ഒരു തരത്തിൽ കള്ളക്കഥകളാണ്. ഇല്ലാ കഥകൾ പറയുകയാണ്, നമ്മളെ രസിപ്പിക്കാൻ മാത്രം ഉണ്ടാക്കിയെടുക്കുന്നവ. എന്നാൽ കഥേതര ചിത്രങ്ങൾ, ഡോക്യുമെൻ്ററികൾ സമൂഹത്തിൻ്റെ നേർക്കഥകളാണ്. അവ നമ്മുടെ ബുദ്ധിയെയും ഭാവനയെയും ഉണർത്തുന്നു. യഥാർത്ഥ സംഭവങ്ങൾ, യഥാർത്ഥ ജീവിതം, യഥാർത്ഥ മനുഷ്യർ. സത്യം കാണിക്കുക, പുതിയ അറിവ് തരിക, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. ഇതൊക്കെ തന്നെയാണ് ഡോക്യുമെൻ്ററിയുടെ ലക്ഷ്യം. അവ അറിയാത്ത ജീവിതങ്ങളെയും
സംസ്കാരങ്ങളെയും പരിചയപ്പെടുത്തുന്നു. നമ്മൾ കാണാതെ പോകുന്ന 3 തരത്തിലുള്ള സ്ത്രീകളെ കാണിച്ചു തരുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. ഇത് കേവലം 3 സ്ത്രീകളുടെ മാത്രം കഥയല്ല, ലക്ഷോപലക്ഷം സ്ത്രീകളുടെ കഥയാണ്. ഈ ഡോക്യുമെൻ്ററി കാണുകയും സമാനമായ മറ്റ് ഡോക്യുമെൻ്ററികൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യുക.